തിരുവല്ലായിൽ നിന്നും ചെങ്ങന്നൂർ പോകുന്ന വഴിക്കാണ് നമ്മുടെ പഴയകാല നടനായിട്ടുള്ള MG സോമൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ മരുമകൾ നടത്തുന്ന പായസക്കടയും. ഞങ്ങൾ ഇതുവഴി പലതവണ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പായസക്കട കയറിയിട്ട് പായസം വാങ്ങിക്കുന്നത്. ഞാനൊരു 1/2 ലിറ്റർ അടപ്രഥമനാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും പായസം കിട്ടും. എല്ലാ ദിവസവും ഒരേ പായസമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസങ്ങളായിരിക്കും. ഇന്ന് അടപ്രഥമനും പാലടയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ 1/2 ലിറ്റർ അടപ്രഥമനാണ് വാങ്ങിയത്. എനിക്ക് ഈ പായസങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു പായസമാണ് അടപ്രഥമൻ. ഇതുണ്ടാക്കാൻ കുറച്ച് പാടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം തോന്നുമ്പോഴൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പം ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാരെയും പിന്നെ ഒരുപാട് കടകളും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ എവിടെ നോക്കിയാലും അയ്യപ്പന്മാരാണ് ഇപ്പം ഞങ്ങളുടെ പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളിലൊക്കെ. ഇപ്പോൾ ചെങ്ങന്നൂർ പോയിട്ട് അയ്യപ്പന്മാരെയൊക്കെ കണ്ടിട്ട് വീട്ടിൽ നേരെ വന്ന് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ്. ഈ ഒരു പായസത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഞാൻ കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട്, അപ്പോൾ സൗണ്ട് ഇപ്പോഴാണ് കൊടുക്കുന്നത്. പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം ഇനി എങ്ങനെയുണ്ടെന്നുള്ളത്. കറക്റ്റ് മധുരവും ആ ഒരു തേങ്ങാപ്പാലിൻ്റെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ഒരു ബൈറ്റ് കുടിച്ചപ്പോൾ തന്നെ പിന്നെയും കുടിക്കണമെന്നുള്ളൊരു തോന്നലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ തികഞ്ഞില്ല എന്ന് പറയാം. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.